സഹാബി ദാലിക്. എങ്കിലും അതിന് ഇത് കാരണമായിട്ട് ഈ മറ്റൊരാളെ വാഹനം കയറ്റിയത് കാരണമായിട്ടുണ്ടാകുന്ന ആ ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിന്റെ നഖ്സിന് ആ മൃഗത്തിന്റെ നേർച്ചയാക്കിയ ആള് അല്ലെങ്കിൽ ആ ഉദ്ഹിയ്യത്ത് ഇറക്കുന്ന ആള് അയാൾ ഉത്തരവാദി. ഇല്ലാ ഇൻ ഹസല ഫി യദി മുസ്തഈരിൻ, വായ്പ വാങ്ങിയവന്റെ കയ്യിൽ കൈവശത്തിലായ നിരക്ക് ആ നഖ്സ് ഹാസിലായാൽ ഒഴികെ. അങ്ങനെയാണെങ്കിൽ ഫഹുവല്ലദീ യദ്മനുഹു, അവനാണ് അതിന് ഉത്തരവാദിയാകുന്ന ആൾ, വായ്പ വാങ്ങിയ ആൾ. അലൽ മൻഖൂലില്ലദീ എഴുതമദഹു, മൻഖൂലായ അഭിപ്രായ പ്രകാരം. എങ്ങനത്തെ മൻഖൂലായ അഭിപ്രായമാണ്? അതാണ് മുഅ്തമദ് എന്ന് അതിനെ ഇത്തിമാദ് ചെയ്തിരിക്കുന്നു ഇബ്നു റിഫഅത്തും ഖബൂലി വഗൈറുഹുമ, അവ രണ്ടും പേരും അല്ലാത്തവർ. ലി അന്ന മുഈറഹു, കാരണം എന്താണ്? ഇവര് ഈ മുസ്തഈറിന് വായ്പ കൊടുത്തിരിക്കുന്ന ആള് യദ്മനുൽ നഖ്സ, ആ മൃഗത്തിന് വരുന്ന നഖ്സിന് അവൻ ഉത്തരവാദിയാണ്. എന്തുകൊണ്ട്? ബിസ്തിമാലിഹി, അവന്റെ ഉപയോഗം കൊണ്ട്. കമാ തഖറ, മേൽ സ്ഥിരപ്പെട്ടത് പോലെയാ നിൽക്ക്. അപ്പൊ ഫഖദാഹുവ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മുസ്തഈർ. വബിഹാദാ യുഅലമു, ഈ പറഞ്ഞത് കൊണ്ട് അറിയപ്പെടും, ഈ പറഞ്ഞ തഅലീൽ കൊണ്ട് അറിയപ്പെടും. അൽ ഫർഖു ബൈന മാഹുന, ഇവിടെ പറഞ്ഞ അതിൻ്റെ ഇടയിലുള്ള ഫർഖും വതഫ്സീലി സാബിഖി ഫിൽ മുസ്തഈരി അന്നഹു ലാ യദ്മനു മാ തലിഫ ബിൽ ഇസ്തിമാലിൽ മഅ്ദൂനി ഫീഹി. മുമ്പ് കഴിഞ്ഞു പോയ തഫ്സീലിൻ്റെ ഇടയിൽ മുസ്തഈറിനെ പറ്റി അന്നഹു ലാ യദ്മനു, ആ മുസ്തഈർ ഉത്തരവാദിയാകൂല, മാ തലിഫ ബിൽ ഇസ്തിമാൽ മഅ്ദൂനി ഫീഹി, മഅ്ദൂനി ഫീഹി ആയ ഇസ്തിമാല് കൊണ്ട് നഷ്ടപ്പെട്ടതിന് അവൻ ഉത്തരവാദിയാകൂല എന്ന് ഇസ്തിആറത്തിന്റെ ബാബിൽ കഴിഞ്ഞിട്ടുണ്ട്. ബിഖിലാഫി ഗൈരിഹി, അത് അല്ലാത്തതിനെ മാറുകൊണ്ടായ മഅ്ദൂനി ഫീഹി അല്ലാത്തതാണെങ്കിൽ ഉത്തരവാദി. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ഇപ്പോൾ ഈ വായ്പ കൊടുക്കുന്ന ആൾക്ക് തന്നെ അതിൽ ഉത്തരവാദിത്വം വരുന്ന ഒന്നാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ അവകാശമില്ലാത്ത, അതുകൊണ്ടാണ് ഉത്തരവാദിത്വം വരുന്നത്. വയന്തഫിഉ ഖിയാസുൽ ഇസ്നവി, ഇസ്നവി ഇമാമ് ഖിയാസ് ചെയ്തത് മുന്തഫി ആയിപ്പോ. ലിഹാദ, ഈ ഉദ്ഹിയ്യത്ത് വായ്പ വാങ്ങിയവൻ അലൽ മുസ്തഈരി മിൻ നാബി മുസ്തഅ്ജിൽ, വാടകക്ക് വാങ്ങിയ ആള് പോലെയുള്ളവരിൽ നിന്ന് ഇസ്തിആറത്ത് ചെയ്തവന്റെ മേൽ ഖിയാസാക്കി. വാടകക്ക് വാങ്ങിയ ആളോട് അയാൾക്ക് വാടക, ആ സാധനത്തിൻ്റെ വാടകക്ക് വാങ്ങിയ സാധനം എന്തിനാണോ വാടകക്ക് വാങ്ങിയെങ്കിൽ അതിൻ്റെ മംഫാത്ത് അയാൾക്ക് അവകാശപ്പെട്ട, അതുപോലെ മംഫാത്ത് അവകാശപ്പെട്ട ആള്, അതാണ് നെഹ്ബോൾ ഉദ്ദേശിക്കുന്നത്. മംഫാത്ത് അവകാശപ്പെട്ട ആളോട് വായ്പ വാങ്ങിയാൽ ആ വായ്പക്കാരൻ ഉത്തരവാദിയാകാത്തതുപോലെ ഈ ഉദ്ഹിയ്യത്തിലെ വായ്പ വാങ്ങിയ ആളും ഉത്തരവാദിയാകൂല എന്ന് ഖിയാസ് ചെയ്ത്. ആ ഖിയാസ് മുന്തഫിയാണ്. എന്താണ് കാരണം? ഇവിടെ മംഫാത്ത് അവകാശപ്പെട്ട ആളോടാണ് വായ്പ വാങ്ങിയത്. ഇവിടെ മംഫാത്ത് എന്തില്ല, അവകാശപ്പെട്ടിട്ടില്ല. ഇവിടെ ഉദ്ഹിയ്യത്തിന്റെ മംഫാത്ത് ഈ മുദ്ഹിക്ക് അവകാശപ്പെട്ടതല്ല. അപ്പോൾ ആ ഖിയാസ് എന്തല്ല, അത് ജാമ്യമില്ലാത്ത ഖിയാസാണ്. വജ്ഹു ദിഫാഇഹി, അത് ആ ഖിയാസ് മുന്തഫി ആകും എന്ന് പറഞ്ഞതിന്റെ വജ്ഹ്
അന്ന മൊഴീറഹു അവന് വായ്പ കൊടുത്ത ആൾ തമ്മ അവിടെ മലക്കൽ മംഫാത്തിന് അയാൾ ഉടമയാക്കിയ ആളാണ്. ഫനുസില മൻസിലത്തഹു അപ്പോൾ ഈ വായ്പ വാങ്ങിയവനെ ഇറക്കപ്പെട്ടു മൻസിലത്തഹു ആ വായ്പ കൊടുത്ത മൊഴീറിൻ്റെ സ്ഥാനത്ത്. ലി അന്നഹു ഫറുഹു കാരണം അവൻ്റെ ഫർ ആണല്ലോ ഈ വായ്പ വാങ്ങിയ. ബിഖിലാഫി മൊഴീരിഹി ഉന ഇവിടെ ഈ മുദ്ഹിയത്തിൻ്റെ മൃഗത്തെ ഇവിടെ ഇയാൾക്ക് വായ്പ കൊടുത്ത ആൾക്ക് മൗനമുണ്ട്. കാരണം ആ മൃഗത്തിൻ്റെ മുദഹി അതിൻ്റെ മംഫഅത്തിനെ ഉടമാക്കിയ ആളല്ല. വമാ ഹസന ഖൗലൽ അദ്റൈ ഇമാം അദ്റൈ റഹ്മത്തുള്ളാഹിന്റെ ഖൗല് ഭംഗിയാക്കിയ വസ്തു എന്താണ്? ബാദ ദിക്രിഹി അദ്റൈ ഇമാം പറഞ്ഞ ശേഷം ബാദ ദാലിക ഞാൻ മേൽ പറഞ്ഞ വിഷയത്തിൽപ്പെട്ട ചിലത് പറഞ്ഞ ശേഷം ഫലാ യസിഹു മാ ദക്കറഹു ലിസ്നവി തഫഖുഹൻ വഖിയാസൻ ഇസ്നവി റഹ്മത്തുള്ളാഹി അലൈഹി തഫഖുഹായ നിലക്കും ഖിയാസായ നിലക്കും പറഞ്ഞ് സഹിയല്ല എന്ന് അദ്റൈ ഇമാം പറഞ്ഞു. ഫലാ യസിഹു മുതൽ പറഞ്ഞതാണ് അദ്റൈ ഇമാമിന്റെ ഖൗൽ. ആ ഖൗൽ എത്ര നല്ല ഖൗൽ! വഫാറഖൽ ലബൻ അൽ വലദ ഈ ലബനും വലതും തമ്മിൽ വ്യത്യാസമുണ്ട്. ലബന് മിച്ചമുള്ളത് എടുക്കാമെന്ന് പറഞ്ഞല്ലോ, എന്നാൽ വലതിനെ എടുക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പം എന്താണ് വ്യത്യാസം? അത് ബി അന്നഹു യദുറുഹ ഈ ലബന് അതിനെ ബുദ്ധിമുട്ടാണ്. എന്താ ബുദ്ധിമുട്ടാക്കുക? ഹബസുഹു ബി അന്നഹു ഗംഭീരമാണെങ്കിൽ ലബനിലേക്ക് മടക്കാം, അല്ലെങ്കിൽ ഷെയിലേക്ക് മടക്കാം. യദുറുഹ ഹബസുഹു അതിനെ ബുദ്ധിമുട്ടാക്കും. ആ മൃഗത്തെ ഹബസുഹു ആ ലബനിനെ തടഞ്ഞു വെക്കും. മാത്രമല്ല വയഖുലുഫ് അത് പകരം ഉണ്ടാവുകയും ചെയ്യും. ഒരു പാലും എടുത്തു കഴിഞ്ഞാൽ പകരം വേറെ പാല് വരും. വലോ ദുമിയ ഉള്ള പാല് എടുത്തിട്ട് ഒരുമിച്ച് കൂട്ടി വെക്കുകയാണെങ്കിലോ ഇല്ല ഫസദ അത് കറന്നിട്ട് എടുത്ത് വെച്ചാൽ അത് കേടും വരും. ഇപ്പോൾ സൂമി ഹഫി അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പാലിൻ്റെ കാര്യത്തിൽ ഇളവ് അനുവദിക്കും. വൈൻ ഖറദാൻ മിൽക്കിഹി സംഗതി ഇപ്പം എന്താ? അത് അവൻ്റെ മിൽക്കിനെ തൊട്ട് അത് പുറത്താണ് എന്നാലും ശരി. വൈൻ ഖറദ എന്നോ ഈ വൈൻ ഖറദത്ത് എന്നോ ഉദ്ഹിയത്ത് പുറപ്പെട്ടാലും ശരി, ഖറജത്ത് താണ്ടെങ്കിൽ ഉദ്ഹിയത്തിലേക്ക് മടങ്ങാം. അപ്പോൾ ആ ഉദ്ഹിയത്ത് അവൻ്റെ മിൽക്കിനെ തൊട്ട് നേർച്ചയാക്കിയതാകുമ്പോൾ അവൻ്റെ മിൽക്കിനെ തൊട്ട് പുറത്താണ്. വയഹറുമാലേഹി നെഹു വഴി ആ പാല് വിൽക്കൽ പോലെയുള്ള കാര്യം ചെയ്യലോ അത് അവൻ്റെ മേൽ ഹറാമാണ്. വൈസല്ലഹു തസദ്ദുഖു ബിഹി ആ പാല് കൊണ്ട് സദഖ ചെയ്യലാണ് ഒരു സുന്നത്ത്. വലഹു ജസു സൂഫിഹ അവന് ജായിസാണ് അതിൻ്റെ സൂഫ് വെട്ടിയെടുക്കൽ, അതിൻ്റെ രോമം അത് വെട്ടിയെടുക്കൽ ജായിസാണ്. ഇൻ അവർണ ബിഹ ആ വെട്ടാത്ത രൂപത്തിൽ അതിനെ അവിടെ ഒഴിവാക്കിയിട്ടാൽ അത് ആ മൃഗത്തിനെ ബുദ്ധിമുട്ടാക്കുന്നതാണെങ്കിൽ വെട്ടിയെടുക്കൽ ജായിസാണ്. വല്ലാതെ കൂടുതലായിട്ട് വന്നിട്ട് രോമങ്ങൾ അധികം ഉണ്ടാകുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയ്ക്ക് അത് വികസിക്കുകയാണെങ്കിൽ ആ വെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇവയുടെ രോമങ്ങളൊക്കെ അവയുടെ സുരക്ഷാ കവചങ്ങളാണ്. അപ്പോൾ ബുദ്ധിമുട്ടാക്കാൻ മാത്രമുണ്ടെങ്കിലേ വെട്ടാൻ പാടുള്ളൂ. വൽ ഇന്തിഫാഉ ബിഹി അതുകൊണ്ട് ഉപകാരം എടുക്കലും അപ്പോഴും വിൽക്കാൻ പറ്റില്ല, ഉപകാരം എടുക്കാൻ പറ്റും. വലാ തദ്ഹിയത ലിറഖീഖ് അടിമക്ക് തദ്ഹിയത്തേ ഇല്ല. അടിമ
അടിമക്ക് വധിയത്ത് അറക്കുക എന്ന വിഷയം തന്നെ വരുന്നില്ല. എന്താ കാരണം? ബിസായിരി അൻവാഴി അടിമയുടെ എല്ലാ ഇനങ്ങളോടും കൂടെ ആശ്രയിക്കും. അടിമ എന്ന നിലക്ക് അടിമക്ക് തദ്ഹിയത്തില്ല. എന്താ കാരണം? അതമി മിൽക്കി, അവന് മിൽക്കില്ലാത്തതിന് വേണ്ടി. ഒമിൻ സമ്മ കാനൽ മുബഅദു ഫീമ യംലിക്കുഹു കൽ ഹുറി, മിൽക്കില്ലാത്തതാണ് കാരണം എന്ന കാരണത്തിന് വേണ്ടി ഈ മുബഅദായ അടിമ, ബാദ് മാത്രം അടിമയാണ്, ബാദ് സ്വതന്ത്രനാണ്. ആ മുബഅദായ അടിമ ഫീമ യംലിക്കുഹു, അവൻ മിൽക്കാക്കിയതിൽ കൽ ഹുറി, സ്വതന്ത്രനെ പോലെയാണ്. അവന്റെ ബാധ കൊണ്ട് മിൽക്കാക്കിയതിൽ അവൻ മിൽക്കുണ്ട്. അപ്പോൾ ആ ബാധ കൊണ്ട് അവൻ അറക്കുകയാണെങ്കിൽ പറ്റും. ഫൈൻ അതിനെ സയ്യിദുഹു ലഹു, എന്നാൽ ഈ അടിമക്ക് അവന്റെ യജമാനൻ സമ്മതം കൊടുത്താലോ? ഉദയത്തിറക്ക സമ്മതം കൊടുത്തു. അവനാണെങ്കിൽ സ്വതന്ത്രപത്രം എഴുതിയ അടിമൊന്നുമല്ല. വലു അൻ നഫ്സിഹി, അത് അടിമന്റെ സ്വന്തം നഫ്സിനെ തൊട്ടാണ് അറക്കാൻ സമ്മതം കൊടുത്ത്. അടിമയോട് പറഞ്ഞു നീ നിന്നെ തൊട്ടർത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അർത്താലോ? വഖാത്ത് ലഹു, തുടരട്ടോ, വഖാത്ത് ലഹു, ആ വദഹിയത്ത് അവൻ അർത്താൽ അത് യജമാനനാണ് അത് സംഭവിക്കുക. ഏ സയ്യിദി ലിഅന്നഹു നായിബുൻ അൻഹു, കാരണം ഈ അടിമ യജമാനെ തൊട്ട് പകരം ചെയ്യുന്ന ആളാണ്. വ ഇൽഗാഅൻ ലിഖൗലിഹി അൻ നഫ്സിക, നീ വദഹിയത്തർത്തോ നിന്നെ തൊട്ട് എന്ന് പറഞ്ഞു. അൻ നഫ്സിക, നിന്റെ നഫ്സിനെ തൊട്ട് നീ വദഹിയത്തർത്തോ എന്ന് പറഞ്ഞു. ആ പറഞ്ഞ നിന്റെ നഫ്സിനെ തൊട്ട് എന്ന് പറയുന്ന ആ വാക്കിന് ലഘുവാക്കിന് പോയി. അപ്പോ ലിഅന്നഹു നായിബുൻ അൻഹു, അവൻ നായിബാണ് യജമാനെ തൊട്ട്, ആ കാരണത്തിന് വേണ്ടി. വൈൽഗാൻ, അപ്പം ലിഅന്നഹു എന്ന് പറഞ്ഞപ്പോൾ കൗനിഹി നായിബൻ അൻഹു എന്ന മാനാക്ക് വരും. അങ്ങനെ അത് നോക്കിയിട്ടാണ് അവിടേക്ക് എത്തപ്പാക്കിയതാണ്. വൈൽഗാൻ, ഇനി വേണമെങ്കിൽ ലിഅന്നഹു എന്നുള്ള മധുറിലേക്ക് എത്തപ്പാക്കിയിട്ട് വൈൽഗായിൻ എന്ന് വേണം വായിക്കാം. ലിഅദമി ഇംകാനിഹി, എന്തുകൊണ്ടാണ് അൻ നഫ്സിക എന്ന വാക്ക് ലഘുവാക്കാൻ കാരണം? അത് ലിഅദമി ഇംകാനിഹി, ആ വാക്ക് പരിഗണിക്കൽ സാധ്യമല്ലാത്തതിന് വേണ്ടി. അതായത് അവിടെ പെട്ടുപോയിക്കണം, നിന്റെ സ്വന്തം നഫ്സിനെ തൊട്ട് എന്ന് പറഞ്ഞ് സ്വന്തം നഫ്സിനെ തൊട്ട് നീ അർത്ഥോ എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ സാധ്യതയില്ല. കാരണം അവന് മിൽക്കാക്കി കൊടുത്താലും മിൽക്കാകൂല, മിൽക്കാക്കി കൊടുത്താലും മിൽക്കാകൂല. അപ്പോൾ അത് സാധ്യതയില്ലാത്തതാണ്. വാഖദം ബി ഖായിദത്തി ഇദാ ബത്തൽ ഖുസൂസ് ബഖിയൽ ഉമൂം, ഖുസൂസ് ബാത്തിലായി കഴിഞ്ഞാൽ ഉമൂം ബാക്കിയാകും എന്ന ഖായിദ കൊണ്ട് പിടിച്ചതിനു വേണ്ടി. ഇത് ഇദ്നുഹു മുത്ലമിനുൽ നിയത്തി വഖൂഹി മിൻ അമ്മൻ തസ്ലഹു ലഹു, ഇത് കാരണം ഇദ്നുഹു യജമാനൻ ഇവൻ അടിമക്ക് അനുവാദം കൊടുക്കൽ മുത്ലമിനിൽ അത് ഉൾക്കൊള്ളിക്കുന്നു. നിയത്തി വഖൂഹി വഖൂഹിഹ, ഉദ്ഹിയത്ത് സംഭവിക്കലിനെ നിയ്യത്ത് ചെയ്യൽ. അമ്മൻ ഒരുത്തനെ തൊട്ട് എങ്ങനത്തെ തസ്ലഹു, ആ ഉദ്ഹിയത്ത് പറ്റും ലഹു, ആ ഒരുത്തൻ. വലാ സാലിഹ ലഹു ഗൈറുഹു, എത്രത്തിൽ അതിന് പറ്റുന്നവനില്ല. ഗൈറുഹു, ഈ യജമാനൻ അല്ലാതെ. അപ്പോൾ ഫൻഹസൽ വഖൂഉ ഫീഹി, അപ്പോൾ ആ വഖൂഉ അയാളിൽ പരിമിതമായി.
ഒബിഹി യുജാബു, ഇതുകൊണ്ട് ജവാബ് പറയപ്പെടും. അമ്മായുക്കാലു, ഇവിടെ ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യത്തിൽ തൊട്ട്. കൈഫ തഖഉ അൻഹു മിൻ ഗൈരി നിയ്യത്തിൻ മിൻഹു, എങ്ങനെയാണ് ഈ ഉളുഹിയ്യത്ത് യജമാനെ തൊട്ട് സംഭവിക്കുന്നത്? യജമാനനിൽ നിന്ന് നിയ്യത്തൊന്നും കൂടാതെ. വലാം മിനൽ അബ്ദി നിയാബത്തൻ അൻഹു, അടിമയിൽ നിന്ന് യജമാനെ തൊട്ട് പകരമാണ് എന്ന നിയ്യത്ത് അതുണ്ടോ? അതുമില്ല. പിന്നെ എങ്ങനെയാണ് എന്ന ചോദ്യം ഇവിടെയുണ്ട്. അപ്പൊ യജമാനനിൽ നിന്ന് നിയ്യത്തില്ല, അടിമയിൽ നിന്നും നിയ്യത്തില്ല. പിന്നെ എങ്ങനെ ആ ഉളുഹിയ്യത്ത് സഹിയാണ് എന്ന ചോദ്യം. സുമ്മ റഅയ്തു ഷാരിഹൻ അജാബ ബിമാ ദക്കർതുഹു, പിന്നെ ഞാൻ ഒരു ഷാരിഹിനെ ഞാൻ കണ്ടു, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ആ മറുപടി പോലെയുള്ള മറുപടി കൊണ്ട് ജവാബ് പറഞ്ഞായിട്ട് കണ്ടു. സുമ്മ ഖാല, പിന്നീട് ആ ഷാരി പറഞ്ഞു, യഹ്തമിലു അന്നൽ മുറാദ അന്നഹു അദ്ന ലഹു വനവാ അൻ നഫ്സിഹി. ഇനി ഒരു പക്ഷേ ഇവിടെ ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഈ യജമാനൻ അവന് അനുവാദം കൊടുത്ത് അറക്കാൻ, വനവാ അൻ നഫ്സിഹി, എന്നിട്ടോ ആ ഉളുഹിയ്യത്തിനെ അവൻ നിയ്യത്ത് ചെയ്തു. ആരെ തൊട്ട്? അവനെ തൊട്ട്. അല്ലെങ്കിൽ ഫവ്വദ നിയ്യത്ത ലഹു, അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്യാനുള്ള അധികാരം കൂടി യജമാൻ അടിമയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആകാം. ലഹു, ഇയാൾക്ക് വേണ്ടി. അങ്ങനെ ഫനവ അൻഹു, യജമാനെ തൊട്ട് അടിമ നിയ്യത്ത് ചെയ്തു. അങ്ങനെ ആവാം. അപ്പോൾ അതിൽ ഇഷ്ടാരൊന്നുമില്ലല്ലോ എന്നാണ് വാഹിറു കലാമിഹിം. അത് അങ്ങനെയൊക്കെ ആണെങ്കിലും അസ്ഹാബിന്റെ കലാമിന്റെ ലാഹിർ ഖിലാഫു ഹാദ, ഇതിന്റെ എതിരാണ്. ഇവിടുത്തെ വിഷയമുള്ളപ്പോൾ എന്താ? അടിമക്ക് ഉളുഹിയ്യത്ത് അറക്കാൻ കഴിയില്ല. ഇനി അങ്ങനെ അറക്കാൻ വേണ്ടി യജമാന സമ്മതം കൊടുത്തു. നീ ഉളുഹിയ്യത്ത് അറുത്തെന്ന് പറഞ്ഞ സമ്മതം കൊടുത്താൽ, എനിക്ക് വേണ്ടി എന്ന് യജമാനൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവൻ അറുത്താൽ അത് യജമാന് വേണ്ടിയാണ് സംഭവിക്കുക. കാരണം ഈ അടിമന്റെ പ്രവർത്തനം യജമാനിലേക്കാണ് അത് വരിക. വലാ യുളഹി മുകാത്തബുൻ, സ്വതന്ത്രപത്രം എഴുതപ്പെട്ട അടിമ അവൻ ഉളുഹിയ്യത്ത് അറക്കാൻ പാടില്ല. ബിലാ ഇദ്നിൻ മിന സയ്യിദി, സയ്യിദിൽ നിന്നുള്ള അനുവാദം കൂടാതെ. സയ്യിദിൽ നിന്ന് അനുവാദമുണ്ടെങ്കിൽ സ്വതന്ത്രപത്രം എഴുതിയ അടിമക്ക് ഉളുഹിയ്യത്ത് അറക്കാം. ലിഅന്നഹ തബറു, കാരണം ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത് ഒരു തബറുവാണ്. വഹുവ മംനൂഉ മിൻഹു, ഈ മുകാത്തബായ അടിമ യത്രത്തിൽ അങ്ങനെ തബറുവിനെ തൊട്ട് തടയപ്പെട്ടവനാണ്. ലി ഹക്ക് സയ്യിദി, സയ്യിദിന്റെ ഹക്കിന് വേണ്ടി. സയ്യിദിന്റെ ഹക്ക് ആ ഗഡുക്കളൊക്കെ വിടുന്നത് വരെ സയ്യിദുമായുള്ള കടപ്പാടുണ്ടായതുകൊണ്ട് അവൻ മറ്റുള്ള തബറുവൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഫൈൻ അതിന ലഹു ഫിഹ വഖാത്തിലിൽ, ഇനി ആ യജമാനൻ ഉളുഹിയ്യത്ത് അറക്കുന്നതിൽ ഇവർ സമ്മതം കൊടുത്താലോ, സമ്മതം കൊടുത്താൽ വഖാത്തിലിൽ മുകാത്തബി, ആ സ്വതന്ത്രപത്രം എഴുതപ്പെട്ട അടിമക്ക് അത് വാപ്പിയാണ്. വലാ തദ്ഹിയ്യത്ത, തദ്ഹിയ്യത്തില്ല. തജൂസും ജായിസാവുന്നതുമല്ല. വലാ തഖഉ, അത് സംഭവിക്കുന്നതുമല്ല. അനിൽ ഗൈരിൽ ഹൈ,
ജീവിച്ചിരിപ്പുള്ള മറ്റൊരാളെ ബിഗൈരി ഇബ്നിഹി അയാളുടെ അനുവാദമില്ല. കാരണം എന്താ? ലിഅന്നഹ ഇബാദത്ത്. തദ്ഹിയത്ത് എന്ന് പറയുന്നത് ഇബാദത്താണ്. വൽ അസ്ലു മൻഉഹ അനിൽ ഗൈരി. അസ്ല് മറ്റുള്ളവരെ തൊട്ട് അത് തടയപ്പെടലാണ് അസ്ല്. ഇല്ലാലി ദലീലിൻ, ഏതെങ്കിലും ഒരു ദലീലിന് വേണ്ടി അല്ല. അപ്പോ ജീവിച്ചിരിപ്പുള്ള ഒരാളെ തൊട്ട് അയാളെ അനുവാദമില്ലാതെ ഉദ്ഹിയത്താൽ അത് സഹിയാകില്ല. അപ്പം ഒരു നിഷ്കാരം, ഒരു നേർച്ചയാക്കിയ മൃഗത്തെ അറക്കുന്ന വിഷയം മുമ്പ് പറഞ്ഞത്. ആ വിഷയം മുമ്പ് പറഞ്ഞു. നേർച്ചയാക്കൽ കൊണ്ട് മുഅയ്യനത്തായ ഉദ്ഹിയത്തിന്റെ മൃഗത്തെ ഒരു അന്യ ആള് അറക്കൽ. ലാ യംനഉ വഖൂഅഹ അനി തഅയ്യിനി, അത് വാക്കിയാകലിനെ തടയുന്നില്ല. അനി തഅയ്യിനി, ആ നിജമാക്കിയ ആ ഭാഗത്തെ തൊട്ട് വാക്കിയാകലിനെ തടയുന്നില്ല. ഫതഖഉൽ മൗഖിഅ, അപ്പോൾ അത് അതിന്റെ സ്ഥാനത്ത് തന്നെ സംഭവിക്കുന്നു. ലിമാ മറ, മുമ്പ് കഴിഞ്ഞതിന് വേണ്ടി, അന്നഹു ലാ യുശ്തറത്തു ലഹാ നിയ്യത്ത്, അതിന് നിയ്യത്ത് ഷർത്തില്ല എന്ന വിഷയം കുറേ വട്ടം കഴിഞ്ഞു പോയി. വ യുഫറിഖു സാഹിബുഹ ലഹമഹ, അതിൻ്റെ സാഹിബ് അതിൻ്റെ ഇറച്ചി വീതിച്ചു കൊടുക്കണം അതിൻ്റെ അവകാശികൾക്ക്. ആരാണ് നേർച്ചയാക്കിയെങ്കിൽ അയാൾ, ഈ അന്യവനല്ല. അന്യവൻ അത് വീതിച്ചു കൊടുത്താൽ മതിയാകില്ല. വലാ തരുതു അലൈഹി, ഈ അന്യവൻ നേർച്ചയാക്കിയ മൃഗത്തെ അറക്കുന്ന മസ്അല ഇത്രാളായിട്ട് വരില്ല. അലൈഹി, ബത്തിന്റെ മേൽ വരില്ല. കാരണം ലി അന്നഹാദ മിൻഹു ലാ യുസമ്മ തദ്ഹിയത്ത്, ഈ അറിവ് മിൻഹു, ആ അന്യവനിൽ നിന്നുള്ള ഈ അറിവ്, അതിന് തദ്ഹിയത്ത് എന്ന് പറയില്ല. ഇവിടെ വന്നാൽ തദ്ഹിയത്താകുമോ ഇല്ലേ എന്നാ ചർച്ച. നേർച്ചയാക്കിയ മൃഗത്തെ അന്യരാൾ അർത്താൽ അതിന് തദ്ഹിയത്ത് എന്ന് പറയില്ല. വലിൽ വലിയ അൽ അബി ഫൽ ജദ്ദി, വലിയന് ജായിസാണ്, അതായത് വാപ്പാക്ക് പിന്നെ ഉപ്പാപ്പാക്ക്. ലാ ഗൈറു, അവ രണ്ടും അല്ലാത്തവർക്കല്ല. വാപ്പയോ അല്ല വാപ്പാന്റെ വാപ്പ, അവർക്ക് മാത്രമേ പറ്റൂ. ലി അന്നഹു ലാ യസ്തഖിലു ബി തംലീഖിഹി, ലി അന്നഹു ആ ഗൈറു ലാ യസ്തഖിലു, ആ ഗൈർ തനിക്കില്ല, ബി തംലീഖിഹി, ഈ കുട്ടിക്ക് മൗലിദിന് മിൽക്കാക്കി കൊടുക്കൽ കൊണ്ട്. അപ്പൊ തദുഉഫു വിലായത്തുഹു അൻഹു, അപ്പൊ തദുഉഫു ദഈഫാകും വിലായത്തുഹു, അവന്റെ വിലായത്ത്. അൻഹു, ആ മൗലിയെ തൊട്ട്, ഫീ ഹാദത്ത് ദുഹിയത്ത്, അല്ല ഫീ ഹാദ, ഫീ ഹാദ ഇത്, ഫീ ഹാദ ഈ തദ്ഹിയത്തിന്റെ വിഷയം ദഈഫാണ്. അപ്പൊ അതുകൊണ്ട് വലിയ വാപ്പ അല്ലെങ്കിൽ വാപ്പാന്റെ വാപ്പ അല്ലെങ്കിൽ വാപ്പാന്റെ വാപ്പാന്റെ വാപ്പ, അങ്ങനെ അവർക്ക് മാത്രം പറ്റും.
എന്ത് പറ്റും? അത്തദ്ഹിയത്തു, വദ്ഹിയത്ത് അറക്കൽ പറ്റും. മിൻ മാലിഹി, ആ വലിയന്റെ മാലിൽ നിന്ന്, അൻ മഹജൂരിഹി, അവന്റെ മഹജൂറിന്റെ. ഏതുപോലെ കമാലഹു ഇഖ്റാദുൽ ഫിത്രത്തി മിൻ മാലിഹി ആണ്. ഈ വലിയന് ജായിസായത് പോലെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ മിൻ മാലിഹി, വലിയന്റെ മാലിൽ നിന്ന്, അൻഹു, ആ മഹജൂറിനെ തൊട്ട്. വലാ തരിദു അലൈഹി ഹാദിഹി ഐദൻ ലിഅന്നഹു ഖായിമുൻ മഖാമു. മത്തിന്റെ മേൽ ഇത്രാദായിട്ട് വരില്ല ഹാദിഹി, ഈ മസ്അല. ഈ വലിയ മൗലിദിനെ തൊട്ട് വദ്ഹിയത്ത് അത്ര സഹിയാകും എന്ന് പറഞ്ഞ മസ്അലയും വരില്ല. വലാ തദ്ഹിയത്താനിൽ ഗൈരി ബിഗൈരി ഇദ്നിഹി, വയറിനെ തൊട്ട് അനുവാദമില്ലാതെ വദ്ഹിയത്ത് പറ്റൂല എന്ന മസ്അല എതിരല്ല ഈ വിഷയം. എന്താ കാരണം? ഈ വലിയ ഈ മൗലിദിന്റെ മഹജൂറിന്റെ സ്ഥാനത്ത് ലിഅന്നഹു ഖായിമുൻ മഖാമു, ആ വലിയ അവന്റെ ആ മഖാമിൽ നിൽക്കുന്ന ആളാണ്. മറ മുമ്പ് കഴിഞ്ഞു. അന്നഹു യജൂസു ഇഷ്റാഖു ഗൈരിഹി ഫി സവാബി വദ്ഹിയത്തി. അന്നഹു, തീർച്ചയായും കാര്യം, യജൂസു ജായിസാണ്, ഇഷ്റാഖു ഗൈരിഹി, അവനല്ലാത്തവരെ പങ്കു ചേർക്കൽ ജായിസാണ്, ഫി സവാബി വദ്ഹിയത്തിഹി, അവന്റെ വദ്ഹിയത്തിന്റെ സവാബ്. ഇവിടെ ഇപ്പൊ പറ്റൂല എന്ന് പറയുന്നത് തദ്ഹിയത്താണ്. വദ്ഹിയത്തും തദ്ഹിയത്തും രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മയാക്കിയതാണ്. വദ്ഹിയത്തും തദ്ഹിയത്തും ഒന്നല്ല. തദ്ഹിയത്ത് സംഭവിക്കണമെങ്കിൽ അത് ഒരാൾക്ക് ഒരാട്, അല്ലെങ്കിൽ 7-1 ഒരാൾക്ക്. ഈ തദ്ഹിയത്ത് എന്ന് പറഞ്ഞാൽ വദ്ഹിയത്ത് അറക്കൽ. വദ്ഹിയത്ത് എന്ന് പറഞ്ഞാൽ വദ്ഹിയത്തിന്റെ മൃഗം, അല്ലെ അർത്തിരിക്കുന്ന ആ സാധനം. വദ്ഹിയത്ത് അറക്കുന്ന വിഷയത്തിൽ ഒരാളിൽ മറ്റൊരാളെ പങ്കാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരൊട്ടകമാണെങ്കിൽ ആ ഒട്ടകത്തിൽ 7 ആൾക്കാർ പങ്കാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മാടാണെങ്കിൽ 7 ആൾക്കാരെ പങ്കുചേർക്കാൻ പറ്റില്ല. അങ്ങനെ പങ്കുചേർത്താൽ ആ തദ്ഹിയത്ത് ആർക്കുണ്ടാവില്ല. അതേസമയത്ത് ഇവിടെ ഇപ്പൊ പറഞ്ഞ വിഷയം എന്താ? ഒരാൾ വദ്ഹിയത്ത് അർത്ഥ വദ്ഹിയത്തിന്റെ കൂലി, ഒരാളടുത്ത്, അല്ലെങ്കിൽ അയാൾ ഒരൊട്ടകത്തിൽ 7 ഭാഗം അയാളുതാണ്, അല്ലെങ്കിൽ മാടിൽ 7 ഭാഗം അയാളുതാണ്. ആ വദ്ഹിയത്തിന്റെ, അയാൾ അർത്ഥിരിക്കുന്ന വദ്ഹിയത്തിന്റെ കൂലിയുടെ ഭാഗം, അത് അയാൾ ആർക്ക് വേണമെങ്കിലും അത് ദാനം ചെയ്താൽ പറ്റും. തദ്ഹിയത്തിൽ പങ്കുചേർക്കാൻ പറ്റും. അപ്പൊ തദ്ഹിയത്തൊന്ന് വേറെ, വദ്ഹിയത്തൊന്ന് വേറെ. പലവട്ടം ഈ ഇഷ്കാലാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പലവട്ടം മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആണ് ഞാൻ വീണ്ടും അവിടെ ഒന്നുകൂടി ആവർത്തിച്ച് പറയാനുള്ള കാരണം. തദ്ഹിയത്ത് വേറെ, വദ്ഹിയത്ത് വേറെ, രണ്ടും രണ്ടാണ്. തദ്ഹിയത്ത് എന്ന് പറയുന്നത് വദ്ഹിയത്ത് അറക്കലാണ്. അതെന്തായി? അതിന് ആ നിയമങ്ങളൊക്കെ പാലിക്കണം. നമ്മൾ അർത്തിരിക്കുന്ന മൃഗത്തിന് കിട്ടുന്ന കൂലി, അല്ലെങ്കിൽ ആ മൃഗം, അതിനൊക്കെ വദ്ഹിയത്ത് എന്ന് പറയും. അപ്പൊ ആ കൂലി നമുക്ക് പലർക്കും ധർമ്മം ചെയ്യാനൊക്കെ പറ്റും. ബിമാ ഫീഹി, അതിലുള്ള ഒന്നോടുകൂടി. ആ വിഷയത്തെപ്പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് പങ്കുകേൾക്കാം എന്ന വിഷയം മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. വഅന്നഹു ലൗ ദഹ വാഹിദ് മിൻ അഹ്ലിൽ ബൈത്തി, അഹ്ലു ബൈത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാള് വദ്ഹിയത്ത് അർത്താൽ അജ്സ അൻഹും, അവരെ തൊട്ട് അത് മതിയാണ്. മിൻ നിയ്യത്തും മിൻഹും, അവരിൽ നിന്ന് നിയ്യത്തൊന്നും കൂടാതെ തന്നെ അവരെ തൊട്ടത് മതിയാണ് എന്ന വിഷയം മുമ്പ് കഴിഞ്ഞു. അതായത് തലബ് സാക്കിത്താകും എന്നർത്ഥം. തലബ് സാക്കിത്താകും. അതിനു മുമ്പ് പറഞ്ഞ വിഷയം കൂലിയിൽ പങ്കാക്കുക എന്നാണ്. ഈ പറഞ്ഞ തലബ് സാക്കിത്താകും. വാന്നലിൽ ഇമാമി അദ്ബുഹാനിൽ മുസ്ലിമീന,
ഇമാമിന് ഭരണാധികാരിക്ക് ജായിസാണ് മുസ്ലിങ്ങളെ തൊട്ട് അറക്കൽ. മീൻ ബൈത്തുൽ മാലിൽ നിന്ന് അറക്കാം. ബൈത്തുൽ മാല് വിശാലമാണെങ്കിൽ. അങ്ങനെ ചെയ്തതുകൊണ്ടോ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കൂലി അവർക്കും കൂടി നൽകുക എന്നേ അതുകൊണ്ട് ഉദ്ദേശമുള്ളൂ. അല്ലാതെ കഴിവുള്ള ആളുകൾ അറക്കണ്ട എന്ന അർത്ഥം അതിനില്ല. വല തരുതു ഹാദിഹി ഐനൻ അലി, ഈ പറയപ്പെട്ട മസ്അലകളൊന്നും തന്നെ മത്തിന്റെ മേൽ ഇത്തനാദായി വരില്ല. ലിഅന്നൽ ഇശ്റാക ഫി സവാബി ലൈസ ഉദ്ഹിയത്തൻ അൽ ഗൈർ, കൂലിയിൽ പങ്കാക്കുക എന്ന് പറയുന്നത് അത് ഗൈറിനെ തൊട്ട് ഉദ്ഹിയത്തറക്കൽ അല്ല. ഇവിടുത്തെ വിഷയം അതാണ്. ഗൈറിനെ തൊട്ട് ഉദ്ഹിയത്തറക്കൽ അനുവാദമില്ല, പറ്റില്ല. വബഅദു അഹ്ലുൽ ബൈത്തി, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ചിലരും വൽ ഇമാമു ഇമാം ജഅലഹുമ ശാരിഉ ഖായിമൈനി മഖാമൽ കുല്ലി, അവരെ ഷാരി തന്നെ ആക്കിയിട്ടുണ്ട്. മഖാമൽ കുല്ലി, കുല്ലിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരാക്കിയിട്ടുണ്ട്. അപ്പോ അഹ്ലുൽ ബൈത്തിനെ തൊട്ടുള്ള ഉദ്ഹിയത്ത് ഒരാൾ നടത്താൻ മതി എന്ന് ഷാരി പറഞ്ഞതാണ്. അതേപോലെ മുസ്ലിങ്ങളെ തൊട്ട് ഉദ്ഹിയത്ത് ബൈത്തുൽ മാലിൽ നിന്ന് ഇമാം നടത്താൻ മതി എന്ന് ഷാരി പറഞ്ഞതാണ്. അപ്പൊ ആ സ്ഥാനത്ത് നിർത്തിയത് കൊണ്ടാണ്. കുട്ടിയുടെ വലിയനെ കുട്ടിയെ തൊട്ട് സ്ഥാനത്താക്കിയതും അതും ഷാരി തന്നെയാണ്. വഹൈസും തനാത്ത് അൽ വൈരി, എന്നാൽ വയറിനെ തൊട്ട് ഇത് മുംതനിയായി കഴിഞ്ഞാൽ ഈ തദ്ഹിയത്ത് മുംതനിയാണ് മറ്റുള്ളത്. എന്നാൽ ഫൈൻ കാനത്ത് മുഅയ്യനത്തൻ, അത് മുഅയ്യനത്താണെങ്കിൽ വഖഅത്ത് അനിൽ മുദഹി, മുദഹിയെ തൊട്ട് അത് വാക്കിയാകും. വൈല ഫല, അല്ലെങ്കിൽ വാക്കിയാകുന്നതല്ല. എന്താണ് ഇപ്പോ മറ്റൊരാളെ തൊട്ട് വദിയത്തറക്കാൻ, അത് മുഅയ്യനത്താണെങ്കിൽ, മുഅയ്യന എന്നാൽ നേർച്ചയാക്കൽ, നിജമാക്കിയതാണ്. എന്നാൽ അത് ആരാണോ അറക്കുന്നത് അയാളെ തൊട്ട് വാക്കുക. അമ്മാബി ഇതിന് ഹീഫത്ത് ഒജിച്ചു, എന്നാൽ മറ്റൊരാളുടെ അനുവാദത്തോട് കൂടെ അർത്താലോ അത് മതിയാവും. കമാ ഒലിമ മിൻ ഖൗലി സാബിഖ്, മുസല്ലിഫിന്റെ മുമ്പ് കഴിഞ്ഞു പോയ കൗല്, ആ കൗലിൽ നിന്ന് അത് അറിയപ്പെട്ടൊരുവൻ വൈൽ വക്കല ബിൻ ദബഹി മുതൽ പറഞ്ഞ കഥാ ഖാലഹു ഷാരി, ഇങ്ങനെ ഒരു ഷാരി പറഞ്ഞിട്ടുണ്ട്. അമ്മാ ബീദിൽ ഹിഫത്ത് ജിസിയു എന്ന് പറഞ്ഞത് ഇങ്ങനെ അനുവാദത്തോട് കൂടെയാണെങ്കിൽ സഹിയാകും എന്ന് ആ വാക്കിന്ന് കിട്ടി എന്നുള്ളത് ഒരു ഷാരി പറഞ്ഞു. വലൈസ ബി സഹീഹ്, അത് സഹീഹ് അല്ല. ഈഹാമിഹി, അത് തോന്നിപ്പിക്കുന്നതിന് വേണ്ടി അന്ന ഇദലഹുൽ ഗൈരി, മറ്റുള്ളവർക്ക് ഒരാൾ സമ്മതം കൊടുക്കൽ, മുഖയ്യിദും ബിമാ മറ, അത് മുമ്പ് കഴിഞ്ഞത് കൊണ്ട് കൈതാക്കപ്പെട്ടതാണ്.
അന്നൽ വക്കീല ഇന്നമാ യദ്ബഹു മിൽക്കൽ ആദിൽ. അന്നൽ വക്കീല വക്കീല് ഇന്നമാ യദ്ബഹു മിൽക്കൽ ആദിനി, വക്കീല് അറക്കുന്നത് ഈ അനുവാദം കൊടുത്തവന്റെ ഉടമയിലുള്ളതിനെയാണ് അറക്കാൻ പറ്റൂ എന്ന് മുമ്പ് പറഞ്ഞു. ആ പറഞ്ഞുകൊണ്ട് കൈതാക്കപ്പെട്ടതാണ്. അപ്പം മറ്റുള്ള ഒരാൾക്ക് അനുവാദം കൊടുത്താൽ അയാൾ അറക്കുന്നത് എന്തായിരിക്കണം? ഈ അനുവാദം കൊടുത്തവന്റെ മിൽക്കിലുള്ളതാണ്. വാന്നഹുൻ നാവി, അവനാണ് ആ അനുവാദം കൊടുത്ത ആളാണ് നിയ്യത്ത് ചെയ്ത ആൾ. മാലം യുഫവ്വിദ് ഇലൈഹി, ഈ വക്കീലിലേക്ക് നിയ്യത്തിന്റെ കാര്യത്തെ കൂടി അവൻ ഏൽപ്പിക്കാത്തപ്പോൾ, ബിഷർത്തിഹി, അതിന്റെ ഷർത്തോടു കൂടെ. അതായത് വക്കീൽ എന്തായിരിക്കണം? നിയ്യത്തിന് അർഹതയുള്ള ആളാവണം, മുസ്ലിമാകണം, മുമയ്യിസാകണം. ആ നിലക്ക് ഏൽപ്പിക്കണം. വല്ലാഹിറു, ലാഹിർ അന്നഹു ലാ യുസ്തറത്തു ഹുനാ അൽ അവ്വൽ, ഒരു ഗൈറിനെ തൊട്ട് ഉദ്ഹിയ്യത്ത് അറക്കാണ് അയാളുടെ അനുവാദത്തോടു കൂടെ. ആ സ്ഥലത്ത് അവര് ഷർത്തില്ല. അവൽ എന്ന് പറഞ്ഞാൽ ഈ അനുവാദം കൊടുത്തവന്റെ മിൽക്കിൽപ്പെട്ടതായ അർത്ഥമുള്ളൂ എന്ന് ഷർത്തില്ല. അഹദം മിമ്മായത്തി, ശേഷം വരുന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതിന് വേണ്ടി, ഫിൽ മയ്യത്തി, മയ്യത്തിനെ പറ്റി. അന്നഹു ലാ യുസ്തറത്തു അൻ യുഅ്തിയഹു മാലൻ, മയ്യത്ത് ഒരാളോട് വസിയ്യത്ത് ഇറക്കാൻ വേണ്ടി വസിയ്യത്താക്കുന്നിടത്ത് ആ വസിയ്യിന് മാല് കൊടുത്ത് ഏൽപ്പിക്കൽ ഷർത്തില്ല എന്ന് ശേഷം വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അറക്കുന്നത് ഈ അനുവാദം കൊടുക്കുന്നവന്റെ മിൽക്കിൽ നിന്ന് ആകണം എന്നില്ല എന്ന് കിട്ടും. അതുപോലെ ഒമിമാ മറ, മുമ്പ് കഴിഞ്ഞതിൽ നിന്നും, അന്നഹു ലൗ ഖാല ലിഗൈരിഹി, ഒരാൾ മറ്റൊരാൾ പറഞ്ഞു, ഇഷ്തരി ലീ കഥ ബി കഥ, നീ എനിക്ക് വേണ്ടി ഇന്നൊരു സാധനം ഇന്ന വിലക്ക് വാങ്ങും. അതായത് എനിക്ക് വേണ്ടി നീ ഒരാട് ഇന്ന വിലക്ക് വാങ്ങിക്കോ എന്ന് പറഞ്ഞു. ഉദാഹരണം, വലം യുഅ്തിഹി ശൈഅൻ, അവന് ഇവൻ പൈസയായിട്ടൊന്നും കൊടുത്തില്ല. അങ്ങനെ ഫസ്തറാഹു ലഹു ബിഹി, ആ പറഞ്ഞ വിലക്ക് പകരം അവന് വേണ്ടി വാങ്ങിയാൽ, വഖഅ, അത് സംഭവിക്കുന്നു ലിൽ മുഅക്കിലി, ഈ ആരാളെ വക്കാലത്ത് കൊടുത്തിരിക്കുന്ന അയാൾക്ക്. വക്കാന സമ്മു ഖർദൻ ലഹു, ആ അതിൻ്റെ വിലയാകും ഇവൻ നൽകിയ കടമാകും. അപ്പോഴോ ഇപ്പോൾ എറുന്ത് ബദലും, അപ്പോൾ അതിൻ്റെ ബദൽ അവൻ തിരിച്ചു കൊടുക്കും. വഹിയനെയ്തിൻ, അങ്ങനെ ആകുമ്പോൾ ഖിയാസു ഹാദ, ഇതിൻ്റെ ഖിയാസ് അന്നഹു യക്ഫി ഹുന, ഇവിടെ മതി എന്നാണ്. ലഹി അന്നി, നീ എന്നെ തൊട്ട് വധിയെ തറക്കണം മാത്രം പറഞ്ഞു. നീ എന്നെ തൊട്ട് വധിയെ തറക്കണം എന്ന് മാത്രം പറഞ്ഞു. അപ്പൊ എന്തൊക്കെ വന്നു? വധിയെ തറക്കാൻ അനുവാദം വന്നു. വയക്കൂൺ നാലിക്ക, അപ്പറഞ്ഞിരിക്കുന്ന വാക്കാകും മുത്തലമ്മിനൽ ലിഖ്തിറാഹി അൻഹു മാ യുജ്സി വധിയത്തൻ, അത് ഉൾക്കൊള്ളിക്കുന്നതാകും. ലിഖ്തിറാഹി, അവൻ കടം വാങ്ങൽ, അൻഹു ഇവനെ തൊട്ട്, മാ ഒന്നിന്,
യുജുസിയോ അത് മതിയാകും ഉദുഹിയത്തിന് മതിയാകും അങ്ങനത്തെ ഐ അക്കല്ല മുജ്സിയിൽ ഉദുഹിയത്തിന് മതിയാകുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത് നീ എന്നെ തൊട്ട് വാങ്ങ് എന്ന അനുവാദത്തെ ഉൾക്കൊള്ളിക്കുക. ഫീമ എന്നുഹർ ദലീലിൽ നിന്ന് വ്യക്തമാകുന്ന അനുസരിച്ച് മതിയാകുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ ഏറ്റവും മുന്തിയത് വാങ്ങാൻ അവിടെ അനുവാദമുണ്ട് എന്ന് ഇതുകൊണ്ട് അനുമാനിച്ചുകൂടാ. നീ എന്നെ തൊട്ട് വധുഹിയത്ത് അടക്കുക എന്ന് പറഞ്ഞാൽ വധുഹിയത്തിന് പറ്റുന്ന മൃഗത്തിൽ വെച്ച് ഏറ്റവും അക്കല്ലായ ഒരു മൃഗത്തെ നീ വാങ്ങിക്കോ, നീ അർത്ഥോ എന്നാണ് ആ പറഞ്ഞത്. അതാണ് ഇവിടെ അനുവാദത്തിൽ ഉറപ്പുള്ളത്. ലിഅന്നഹുൽ മുഹഖഖ്, അതാണ് ഇവിടെ ഉറപ്പാക്കപ്പെട്ട സംഗതി. വലിഇദ്നി ലഹു ഫീ ദബ്ഹിഹ അൻഹു ബിന്നിയത്തി മിൻ വലിഇദ്നിഹി ലഹു, അത് അവന് അനുവാദം കൊടുക്കലിനെയും ഉൾക്കൊള്ളിക്കുന്നു. ഇവിടുത്തെ ലിഖ്തിറാദിഹിതം വഹി അനി എന്ന് പറഞ്ഞാൽ വയക്കൂൻ ദാലിക മുത്ലമിനൻ ലിഖ്തിറാദിഹി മിൻഹു അൻഹു മാ യുജ്സി ഉദ്ഹിയത്തൻ വലിഇദ്നിഹി ലഹു ഫീ ദബ്ഹിഹ അൻഹു ബിന്നിയത്തി മിൻ. വലിഇദ്നിഹി ലഹു, അവന് അനുവാദം കൊടുക്കലിനെയും ഫീ ദബ്ഹിഹ, അതിനെ അറക്കുന്നതിൽ അൻഹു, അവനെ തൊട്ട് ബിന്നിയത്തി മിൻഹു, ഈ അറക്കുന്നവരിൽ നിന്നുള്ള നിയ്യത്തോടുകൂടെയായ സ്ഥിതിയിൽ അറക്കാം. അപ്പം എല്ലാം ഇതിൽ വരും.